ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 2 bedroom പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ കൂടെ പോരെ. നമ്മളിനി പോകുന്നത് ഈ വില്ലയുടെ ഉള്ളിലേക്കാണ്. അപ്പം നമുക്ക് ഈ റൂംസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വീടൊക്കെ എങ്ങനെയാണ് അവർ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഇവിടുത്തെ അതായത് നമ്മുടെ ഒരു ഹോളാണ്, ഡൈനിങ് ഏരിയ ഹോള്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ടേബിള് ചെയറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു LED TV ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി LED TV ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി സ്പീക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇംപെക്സിൻ്റെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടി ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിനി കിച്ചണും ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു മൊത്തത്തിലൊരു ഹോളിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് AC റൂംസ് ആണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാഡ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഇവർ എക്സ്ട്രാ ബെഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടുത്തെ വാഷ്റൂമാണിത്. വാഷ്റൂം ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സ്പേഷ്യസ് ഉള്ള വാഷ്റൂമാണ്. നല്ല സപ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് റൂമിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. ഞാൻ പറയാം, എല്ലാ റൂമും നല്ല സ്പേഷ്യസ് റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മേലെ ഇവർ എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC റൂംസ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കേർട്ടൻസ് ഒക്കെ ആണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിലാണ്. നല്ല കേർട്ടൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കേർട്ടൻസ് ഒക്കെ. AC റൂംസ് ആണ്. പിന്നെ ബാഡ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ എക്സ്ട്രാ ബെഡിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്ത് ടവല് കാര്യങ്ങൾ സപ്ലൈസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് കേട്ടത്. വാഷ്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല സ്പേഷ്യസ് വാഷ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമുക്ക് കുക്കിങ്ങിനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കിപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കുക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് വേണ്ട പ്ലേറ്റ്സ് പാത്രങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് ഏരിയ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതവിടെ ക്യാരംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാരംസ് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഇവർ ചെസ്സ്, പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡ്സ് പൂളും ഉണ്ട്. പിന്നെ വലിയൊരു അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു വലിയ പൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൈം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൂളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ടൈം കിട്ടും. നല്ലൊരു പൂളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയെ മനോഹരമാക്കുന്നത് ഈ ഒരു ബോഗൺവില്ല പൂക്കളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ഒരു റിവറാണ് കേട്ടോ. നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് നമുക്കിപ്പം അവിടുത്തെ പൂളൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു നല്ല ബാക്കിൽ ഒരു ചെക്ക് ഡാം ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ റിവറാണ് കേട്ടോ. പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഇവിടെ വന്നാൽ. ഞാനിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഗാർഡൻ ഏരിയയിലാണ് കേട്ടോ. അപ്പം നല്ല ഇതിൻ്റെ മുകളിലൊക്കെ ഫുൾ ബോഗൺവില്ല പൂക്കളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. അത് നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ട് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗാർഡൻ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ വലിയ ട്രാവലറോ അല്ലെങ്കിൽ നമ്മൾ വലിയ വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും. നല്ലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്.
അപ്പോൾ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ.